കൂട്ടുകാരെ, ഞാനിന്നൊരു ഹൽവ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ഹൽവ, അടിപൊളി ടേസ്റ്റാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകും. അപ്പൊ ഇത് എന്തുകൊണ്ടുള്ള ഹൽവയാണെന്നാവില്ല നിങ്ങൾ ചോദിക്കണേ. വേറൊന്നുമല്ല, നമ്മളുടെ ചോറ് വെച്ചുള്ള ഹൽവ. വായോ വീഡിയോയിലോട്ട് പോകാം. മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് 2 കപ്പ് ചോറ് അടിച്ചെടുക്കാം. അതിലോട്ട് 1/2 കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് അടിച്ചെടുത്തത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് നാളികേരത്തിന്റെ പാല്, 2 ടീസ്പൂണ് കോൺഫ്ലവർ മാവില് കുറച്ച് വെള്ളം ചേർത്ത് കട്ടകളൊക്കെ അലിയിച്ചെടുക്കുക. അതും ഈ മിക്സിലോട്ട് ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. തേങ്ങാപ്പാലും ചോറടിച്ചതും കോൺഫ്ലവറിന്റെ മാവും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഞാൻ ശർക്കര പാനി ഉരുക്കി ഞാൻ വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജില്. അതിന്ന് 1 കപ്പ് ശർക്കര പാനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കണം. ഇനി നന്നായി മിക്സ് ചെയ്യാം. എല്ലാം കൂടി നന്നായി കട്ടകളില്ലാതെ തരികളില്ലാതെ മിക്സ് ചെയ്യാം. ഇനി മധുരം ബാലൻസ് ചെയ്യാൻ ഒരു പിഞ്ചുപ്പ് ചേർത്ത് കൊടുത്ത് നമ്മൾ നന്നായി ഹൈ ഫ്ലെയിമിൽ തീയിട്ട് നന്നായി വേവിച്ചെടുക്കുക. അതിലോട്ട് 1 ടീസ്പൂണ് ഏലക്ക പൊടിച്ചതും കൂടിയും ചേർക്കുന്നുണ്ട്. 1 വലിയ ടീസ്പൂണ് നെയ്യും കൂടിയും ചേർക്കുക. ഇപ്പോഴാണ് എൻ്റെ പാത്രത്തിൽ വലിപ്പം കുറച്ച് കുറഞ്ഞു പോയത്. അതിനാൽ ഞാൻ ഈ ചെറിയ ഉരുളിയിൽ നിന്ന് എടുത്ത് കുറച്ചും കൂടി വലിയ പാത്രത്തിലേക്ക് ആക്കി നന്നായി മിക്സ് ചെയ്തു. നല്ല കട്ടകളൊക്കെ അടച്ച് നന്നായി മിക്സ് ചെയ്യുക. തിരിച്ച് നമ്മൾ വീണ്ടും 1 വലിയ ടീസ്പൂണ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് ഒഴിക്കുമ്പോൾ നമ്മുടെ ഹൽവ നല്ല സോഫ്റ്റും നല്ല ഗ്ലേസിങ്ങും ആയിട്ട് വരും. അപ്പം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിപ്പോൾ റെഡിയാക്കാനായി. ഇതിലോട്ട് നമ്മൾ നട്ട്സ് ചേർക്കാം. ഞാനിപ്പോൾ ബദാം ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്തിരിക്കുന്നത്. ഇങ്ങനെ ഇനിയിപ്പോൾ ഞാൻ 3ാമത്തെ വലിയ ടീസ്പൂണ് നെയ്യാണ് ഒഴിച്ചിരിക്കുന്നത്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, റിബൺ പരുവത്തിൽ വീണണ്ടില്ലേ. ഇനിയും നമ്മൾ നന്നായി മിക്സ് ചെയ്യണം. നമ്മളിപ്പോൾ ഇളക്കുമ്പോൾ ഈ ബാറ്റർ, ഹൽവ ബാറ്റർ ഒട്ടാതെ, പാത്രത്തിൽ ഒട്ടാതെ ഇരിക്കണം. അതിന് നോൺ സ്റ്റിക്ക് പാത്രം തന്നെ ആവണമെന്നില്ല. ഇതുപോലെ നല്ല ഇരുമ്പ് ചട്ടി എടുത്താലും നമ്മൾ ഒട്ടാൻ പാടില്ല. കണ്ടില്ലേ, എൻ്റെ പാത്രത്തിൽ ഒട്ടാതെ ഇളക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ഒട്ടാതെ വന്നേക്കണേ. ഈ പരിവായി കഴിഞ്ഞാൽ നമ്മുടെ ഹൽവ റെഡിയായി എന്ന് അർത്ഥം. ഇനി ഒരു പാത്രത്തില് നെയ്യ് പുരട്ടിയിട്ട് നമ്മൾ ആ പാത്രത്തിലോട്ട് ഇതങ്ങോട്ട് ഒഴിച്ച് വെക്കണം. 1 മണിക്കൂറോളം നമ്മൾ പുറത്ത് തന്നെ വെക്കുക. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. പുറത്ത് തന്നെ വെക്കുമ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ആറി നല്ല കറക്റ്റ് സെറ്റായി വരും. അപ്പം ഒന്ന് പാത്രത്തിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിൽ കുറച്ച് ബദാം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അടിയിലും ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. 1 മണിക്കൂറിന് ശേഷം ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മക്കൾ വന്നത്. എന്തിട്ടാണെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഹൽവയാന്ന് പറഞ്ഞ് മക്കൾ എന്നെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല സോഫ്റ്റ് ഹൽവയാണ്. വായിലിട്ട് അലിഞ്ഞു പോവും, അത്രയ്ക്ക് സോഫ്റ്റാണ്. അപ്പം ഇനി നമ്മുടെ കയ്യിൽ ചോറ് ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല സോഫ്റ്റ് ഹൽവ ഉണ്ടാക്കി കൊടുക്കാം. കണ്ടില്ലേ. അപ്പം ഇനിയും പുതിയ റെസിപ്പി ആയിട്ട് വരാട്ടാ. അപ്പം നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ ബൈ ഫ്രണ്ട്സ്.